UAE നാഷണൽ ഹോളിഡേക്ക് വേറെ എവിടെ പോയില്ലെങ്കിലും ക്യാമ്പിങ്ങിന് പോകണം നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ ക്യാമ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിംഗ് ആയതുകൊണ്ട് തന്നെ ക്യാമ്പിങ്ങിന് വേണ്ട ഒരു സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം നാഷണൽ ഡേ ഓഫേഴ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റം നമുക്ക് വില കുറവിൽ വാങ്ങാൻ പറ്റും. പക്ഷേ എല്ലായിടത്തും സാധനങ്ങൾ വിറ്റ് പോയതുകൊണ്ട് തന്നെ 3-4 ഷോപ്പിലൊക്കെ കയറിയിട്ടാട്ടോ നമുക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെന്റ് പോലും ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്യാമ്പിങ്ങിന് നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ 2-3 ഫാമിലിയൊക്കെ ഉണ്ട്. അവരൊക്കെ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങളിതാ കുറച്ച് പേരായിട്ട് നേരെ അൽവത്ബ ലേക്കിലോട്ട് പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സ്പോട്ട് കണ്ടെത്തിയിട്ട് ടെന്റ് അടിക്കാമെന്ന് ആലോചിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ ഒടുക്കത്തെ തിരക്ക്, അബുദാബി മൊത്തം അവിടെ ഉണ്ടായെന്ന് തോന്നുന്നു. പിന്നെ അതൊരു അഭയാർത്ഥി ക്യാമ്പ് ആക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ പോയത് അൽക്കോയിലോട്ടാണ് കേട്ടോ. അന്ന് ഞങ്ങൾ മിൽക്കി വേ കാണാൻ പോയ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് തിരക്ക് കൂടുതലാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ടെന്റ് അടിക്കായിരുന്നു. അങ്ങനെ നല്ലൊരു സ്പോട്ടൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ടെന്റ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിനിടയിൽ ബാക്കിയുള്ള ഫാമിലീസും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മുടെ കുക്കിങ്ങും അതുപോലെ തന്നെ ബാക്കി ഗെയിംസും പരിപാടിയൊക്കെ ആയിട്ട് ഏകദേശം 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാട്ടോ നമ്മൾ കിടക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പായി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 6 മണി ആയപ്പോഴത്തേനും ഞാൻ എണീറ്റു കേട്ടോ. അപ്പോൾ കണ്ട കാഴ്ചയാണിത്. സൺറൈസ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ കുറച്ച് തീയൊക്കെ ഇട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടോ നമ്മൾ. അങ്ങനെ ഒരു ചായയും കഴിഞ്ഞു, 2 ചായയും കഴിഞ്ഞു, കുറേ വർത്താനം പറഞ്ഞ് ഏകദേശം 7 മണി ആയപ്പോഴാട്ടോ സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി സീനായിരുന്നു അത്. പിന്നെ നല്ലോണം ചൂടാവാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ നമ്മളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. പല ആൾക്കാരും വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് പോണ കണ്ടു. പക്ഷെ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഡു എ റെസ്പോൺസിബിൾ ക്യാമ്പിംഗ്.